ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫിഫ റാങ്കിങ്ങിൽ 67-ാം സ്ഥാനത്തുള്ള ടീമാണ് കേപ്പ് വെർദെ. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരൊറ്റ മത്സരത്തിൽ പോലും അവർ പരാജയപ്പെട്ടിരുന്നില്ല. എന്നിരുന്നാലും നിലവിലെ ലോക ജേതാക്കളായ അർജന്റീന അനായാസം ഈ ടീമിനെ പരാജയപ്പെടുത്തും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ സംഭവിച്ചത്. കേപ്പ് വെർദെ മികച്ച പ്രകടനം ഈ മത്സരത്തിൽ പുറത്തെടുത്തു. പലപ്പോഴും അർജന്റീനയെ അവർ ഞെട്ടിച്ചു കളഞ്ഞു. അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ഈ മത്സരത്തിൽ അർജന്റീന വിജയിച്ചിട്ടുള്ളത്. ഇതേക്കുറിച്ച് മെസ്സി ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നാണ് മെസ്സി പറഞ്ഞത്. ഈ മത്സരം എളുപ്പമാകില്ല, വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും, വിജയിക്കാൻ നന്നായി കഷ്ടപ്പെടേണ്ടി വരും. ഇതൊക്കെ ഞങ്ങൾക്ക് തന്നെ നേരത്തെ അറിയാമായിരുന്നു എന്നാണ് മെസ്സി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സത്യം പറഞ്ഞാൽ ഇതൊരു കഠിനമായ മത്സരമായിരിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. കേപ്പ് വെർദെ എന്ന ടീം സ്പെയിനിനോടോ ഉറുഗ്വേയോടോ തോറ്റിട്ടില്ല. അത് യാദൃശ്ചികമായി സംഭവിച്ച ഒന്നല്ല. ആദ്യ ഗോൾ നേടുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രയാസമേറിയ കാര്യം. അത് നേടിക്കഴിഞ്ഞാൽ കളി ഞങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ സാധിക്കുമെന്നും കൂടുതൽ കൂളായിക്കൊണ്ട്, കൂടുതൽ കാമായിക്കൊണ്ട് കളിക്കാൻ കഴിയും എന്നുമാണ് ഞങ്ങൾ നേരത്തെ കരുതിയത്. പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ചില സമയങ്ങളിൽ ഞങ്ങൾക്ക് പന്തിന്മേലുള്ള പൊസഷൻ നഷ്ടമായി. ഞങ്ങൾ അല്പം പിന്നോട്ട് വലിഞ്ഞ് കളിക്കേണ്ട ഒരു സാഹചര്യം വരെ വന്നു. വിചാരിച്ച പോലെ അവരെ പ്രസ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അവർ അവരുടെ കരുത്ത് പരമാവധി പ്രയോജനപ്പെടുത്തുകയും സമനില ഗോൾ കണ്ടെത്തുകയും ചെയ്തു. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയ മത്സരമായിരിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് എപ്പോഴും അറിയാമായിരുന്നു. ഇതൊരു നോക്കൗട്ട് മത്സരമാണ്. ഇവിടെ ആരും ഒന്നും തന്നെ ഫ്രീ ആയിക്കൊണ്ട് നിങ്ങൾക്ക് നൽകാൻ പോകുന്നില്ല. പേര് നോക്കി ചില ടീമുകളെ വില കുറച്ച് കണ്ടേക്കാം. എന്നാൽ ഇതൊരിക്കലും ഒരു എളുപ്പമുള്ള മത്സരമായിരിക്കില്ലെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതാണ് ഈ വേൾഡ് കപ്പിനെ ഇത്രയധികം സവിശേഷമാക്കുന്നത്. ഇവിടെയെല്ലാം വളരെ കടുത്തതാണ്. ഓരോ മത്സരവും കഠിനവുമാണ്. എപ്പോഴും പറയാറുള്ളത് പോലെ ഞങ്ങൾ നന്നായി കളിച്ചോ ഇല്ലയോ എന്നതിലല്ല, മറിച്ച് ഞങ്ങളുടെ കൈവശമുള്ളതെല്ലാം ഞങ്ങൾ മൈതാനത്ത് നൽകിയിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നന്നായി റെസ്റ്റ് എടുത്തുകൊണ്ട് അടുത്ത മത്സരത്തിൽ ശ്രദ്ധ നൽകുക എന്നുള്ളതാണ്. മാത്രമല്ല ഈ മത്സരത്തിലെ പോസിറ്റീവായ വശങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതുമാണ്. ഇതാണ് മെസ്സി പറഞ്ഞിട്ടുള്ളത്. അതായത് പലരും കേപ്പ് വെർദെ എന്ന പേര് കണ്ടുകൊണ്ട് അതിനെ വില കുറച്ച് കാണാറുണ്ട്. എന്നാൽ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഞങ്ങൾക്കറിയാമായിരുന്നു ഈ മത്സരത്തിൽ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ളത്. പലപ്പോഴും തങ്ങൾക്ക് മത്സരത്തിലെ നിയന്ത്രണം നഷ്ടമായി എന്നൊക്കെ മെസ്സി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇനി അടുത്ത മത്സരത്തിലാണ് അർജന്റീനയുടെയും മെസ്സിയുടെയും ശ്രദ്ധ. എതിരാളികളായിക്കൊണ്ട് മുഹമ്മദ് സലായുടെ ഈജിപ്താണ് ഇപ്പോൾ വരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.